നമ്മൾ മുറിയിലേക്ക് പോയി. പക്ഷെ അത്ര ഒരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. മഹേന്ദ്ര ഒരു ശരിക്കും ഒരു പഴയ രീതിയിലുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ്. അത് കുഴപ്പമില്ല, ഒരു ഗൃഹാതുരത്വ ഫീലൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു കപ്പിൾസ് ഫ്രണ്ട്ലി പോലത്തെ അങ്ങനത്തെ സ്ഥലമല്ല. നമ്മൾ കുറച്ചും കൂടി പ്രായമായിട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. മറ്റേ കുറേയധികം എന്താ റിട്ടയർ ആയവർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വന്ന അതേ ഒരു ഫീലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. റൂമൊക്കെ ഏകദേശം ആവറേജ് റൂംസാണ്. എല്ലാ സാധനങ്ങളും അമ്യൂണിറ്റീസ് എല്ലാം റൂമിനകത്ത് തന്നെ ഉണ്ട്. ബാൽക്കണി ആണെങ്കിലും പിന്നെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷികളാണ്, വാഴയും തെങ്ങും. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ക്ലബ് മഹേന്ദ്ര അവരുടെ ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് ഫുള്ള് കൃഷികളാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും എല്ലാം ഓക്കെ, എല്ലാം ഒരു ആവറേജ് ഒരു ഹോട്ടലിന് വേണ്ട അത്രയും ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചെറിയ ചെറിയ ഹട്ടുകൾ പോലെയുള്ള റൂംസൊക്കെ ഉണ്ട്. ഈ റൂമിനുള്ളിൽ തന്നെ പ്രൈവറ്റ് ബാത്റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹട്ട് ടൈപ്പ് റൂംസ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഏക്കർ കണക്കിന് കൃഷിയാണ് കേട്ടോ. തെങ്ങും പ്ലാവും പിന്നെ വലിയ വലിയ അതുകൊണ്ടുള്ള വലിയ മരങ്ങളും കൂടാതെ എല്ലാ ടൈപ്പ് കൃഷികളും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു പൂവാർ ബോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ആ ബോട്ടിങ് ആക്ച്വലി ഉണ്ട്, ഈ റിവറിൽ കൂടിയാണ് ആ ബോട്ടിങ് നടക്കുന്നത്. അപ്പം ഈ ക്ലബ് മഹേന്ദ്രയുടെ ബാക്കിലാണ് ആ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബോട്ടിങ്ങൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ആ ബോട്ടിങ്ങിനെ കുറിച്ചും പാക്കേജിനെ കുറിച്ചൊക്കെ അതിനുള്ളിൽ പറയുന്നുണ്ട്. ഇപ്പോഴും ബോട്ടിങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ നമ്മളത് കഴിഞ്ഞ് ഈ ഫാം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നത്. ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നോക്കണം. എനിക്ക് തോന്നുന്നത് അത്തി അങ്ങനെ എന്തോ ആണ് ഞാൻ പറയുന്നത്. നിറയെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പാഷൻ ഫ്രൂട്ട്, പിന്നെ ചീര, പാവൽ, പടവലം, അങ്ങനെ ഒത്തിരി ഒരുപാട് ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ ഫാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് വളത്തിൻ്റെ അങ്ങനത്തേക്കുള്ള സ്മെല്ലുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ നിറയെ തേങ്ങ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ ടൈപ്പ് കൃഷികളും ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ കൃഷികളും അവരിവിടെ ചെയ്യുന്നുണ്ട്. വാഴയൊക്കെ ആണെങ്കിൽ ഏക്കർ കണക്കിന് വാഴ നിൽപ്പുണ്ട്, അതിനകത്ത് കൊലയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ പപ്പായ ഉണ്ട്. പിന്നെ കുറേ ഔഷധ സസ്യങ്ങളുണ്ട് കേട്ടോ, തുളസി അങ്ങനത്തെ കുറേ ഔഷധ സസ്യങ്ങൾ. പിന്നെ ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കുളത്തിനുള്ളിൽ നിറയെ മീനുകളും ഉണ്ട്. പിന്നെ ഇതേ കണക്കുള്ള കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇതിനകത്ത് കയറി കിടന്ന് റെസ്റ്റ് എടുത്ത്. പിന്നെ കുറേ സൈക്കിളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നടക്കും. നമുക്ക് വേണമെങ്കിൽ ഈ ഫാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സൈക്കിളൊക്കെ എടുത്തിട്ട് സൈക്കിളിലൊക്കെ പോവാം. ഞങ്ങൾ പിന്നെ സൈക്കിൾ എടുത്തില്ല, നടന്ന് തന്നെ കണ്ട് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ക്ലബ് മഹേന്ദ്രയുടെ പ്രത്യേകത അറിയാമല്ലോ, ഇത് ഗെയിം ഫ്രണ്ട്ലിയാണ്. ഈ ഹാപ്പി ഹബ്ബ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവരുടെ ഗെയിമിംഗ് ഏരിയ ആണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് ഉണ്ട്. നമ്മുടെ ചെസ്സ്, ഇവിടെ റൈറ്റ് സൈഡിൽ ചെസ്സ്, പിന്നെ ടേബിൾ ടെന്നീസ്, സോക്കർ, അങ്ങനെ കുറേ ടൈപ്പ് ക്യാരംസ്, അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട്. നമ്മൾ വെറുതെ അതിനുള്ളിലേക്ക് കയറിക്കണ്ടു. ആക്ച്വലി ഈ ഏരിയയിലൊന്നും ആരും ഇല്ലായിരുന്നു. ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വരുന്ന ആൾക്കാരെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് കപ്പിൾസോ അങ്ങനെ നമ്മൾ സാധാരണ റിസോർട്ടിൽ കാണുന്ന പോലെ ഉള്ള കപ്പിൾസോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പ്രായമായവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് വേണ്ടി അതിന് വേണ്ടി കുറച്ച് ദിവസം താമസിക്കാൻ വന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഞാൻ കൂടുതലായിട്ടും ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ അവരാരും ഈ ഗെയിംസിലും കാര്യങ്ങളിലൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഗെയിംസിൻ്റെയൊക്കെ സൈഡിലായിട്ട് ചെറിയൊരു ലൈബ്രറിയും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വായിക്കാം. പിന്നെ ഞങ്ങൾ വീണ്ടും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പപ്പായ ഗാർഡൻ, ഇത് ഔഷധി ഗാർഡൻ. ഇവിടെ ഫുള്ള് ഹെർബൽ ചെടികളാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ സ്പാ ഏരിയ ഉണ്ട്. ഇതിനുള്ളിൽ കയറി സ്പായൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ഹട്ടിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നമ്മൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കും കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തും. ഇങ്ങനെ നടന്ന് റൗണ്ടിൽ തിരിച്ചെത്തും. ശരിക്കും കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. ഒരു 2-3 ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയും. എന്നാലും നമ്മൾ അധികം നടന്നൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ക്രോസ് കട്ട് എടുത്ത് നമ്മൾ തിരിച്ച് റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നു. അപ്പോഴേക്കും ഒരു ചായയുടെയൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 12 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. ചായയുടെയൊക്കെ ടൈമായി ഒരു 3-3:30 ആയി. അപ്പോഴത്തേക്കും അതിൻ്റെ റിസപ്ഷൻ്റെ സൈഡിൽ തന്നെ ഒരു ടീ കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നമുക്ക് കോഫിയും ചായയും പിന്നെ സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും.
ഞാൻ പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് നൈറ്റ് ഫുഡുകൾ കാണിക്കുന്നത്. രാത്രി ആയപ്പോഴത്തേക്ക് കുറേ ഡിഫറെൻറ്റ് സമൂസയും ചാട്ടും പിന്നെ സൂപ്പും അങ്ങനെ ഒരു ബുഫേക്ക് വേണ്ട എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. വെജ്ജും നോൺ വെജ്ജും എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 6:30-7 മണി ആയിട്ടുണ്ട്. അപ്പം കുറേ ഡിഫറെൻറ്റ് കറീസ് ഉണ്ട്. എല്ലാം നമ്മൾ ബുഫേയിൽ യൂഷ്വലി കാണാറുള്ള ടൈപ്പ് നൂഡിൽസും അങ്ങനത്തെ ഉണ്ട്. സാധാരണ കേരള ഫുഡ്സും ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഫുഡ്സും നമ്മൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ എടുത്തു എത്ര നമുക്ക് കഴിക്കാൻ പറ്റും. കുറേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സാലഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് സാലഡ്. പിന്നെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എഗ്ഗിനകത്ത് ക്യാബേജൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ ബീട്രൂട്ട് ഇട്ടൊക്കെ അങ്ങനത്തെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്സിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെനിക്കിഷ്ടമായി. പിന്നെ എല്ലാം അത്യാവശ്യം സാധാരണ ഹോട്ടലുകളിൽ പോകുമ്പം കാണുന്ന ഒരു ആവറേജ് അത്രേ ഉള്ളൂ. അത് ഭയങ്കര ലക്ഷറി ഫീലൊന്നും എനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ കേക്കാണെങ്കിലും പുഡിംഗ് ആണെങ്കിലും എല്ലാം ആവറേജ്. ഇതിന് ഏകദേശം 3000 അത്രയൊക്കെ റേഞ്ചിലാണ് ഇതിൻ്റെ ബില്ലിങ് വരുന്നത്. ഡിന്നർ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. അപ്പോൾ ഇതിന് 3000 റേഞ്ചൊക്കെ ഉണ്ട് ഈ ഫുഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാം കുറേശ്ശെ എടുത്ത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. ഫ്രൈഡ് റൈസും നൂഡിൽസ്, ചിക്കൻ കറി, ചിക്കൻ 65, പിന്നെ ഫിഷ്, ക്രാബ്, പനീർ ഫ്രൈ, അങ്ങനെ വെജ് ബിരിയാണി, പുലാവ്, ചാട്ട്, പിന്നെ കുറച്ച് ചോറും കറികളും നമ്മുടെ നാടൻ ഫുഡും എല്ലാം ഉണ്ട്. എല്ലാം കുറച്ചെടുത്ത് ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ അവസാനം കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ്, ഫ്രൂട്ട് കട്ടിങ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം എടുത്ത് ട്രൈ ചെയ്തു. പിന്നെ അവർ കുറച്ച് എന്തോ സാധനം കൊണ്ടുവച്ച് ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞ്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് തന്നതാണ്. ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് കാണിക്കാം. കുറേ സാധാരണ ബുഫേ കാണുന്ന ഐറ്റംസ്, സ്പെഷ്യലായിട്ടൊരു ഐറ്റം എന്ന് എടുത്തു പറയാനൊന്നുമില്ലായിരുന്നു. എല്ലാം ഓരോ ഉണ്ണിക്കുള്ള ഐറ്റമാണ്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി കുറേ കഴിച്ചതല്ലേ, അപ്പോൾ ഒന്ന് നടക്കാമെന്നും പറഞ്ഞ് വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങി. പിന്നെ നൈറ്റ് ആംബിയൻസ് ഒക്കെ കൊള്ളാം കേട്ടോ. രാത്രിയിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്, പിന്നെ ഫുള്ളിങ്ങനത്തെ ചെടികളാണല്ലോ, ചെടികളുടെയും മരങ്ങളുടെയൊക്കെ ഇടയിലൂടെയുള്ള നടത്തയാണ്. അതുകൊണ്ട് ഒരു പ്രകൃതിയോടിണങ്ങി നടക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ രാത്രിയിലും ഇതേപോലെയുള്ള നെറ്റിൽ പോയി കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാടി. അപ്പുറത്ത് തന്നെ കായലായതുകൊണ്ട് നല്ല കായലിൽ നിന്നുള്ള തണുത്ത കാറ്റും ഉണ്ട്. കുറച്ചധികം ഗസ്റ്റൊക്കെ ഉണ്ട്, അവരവിടെ ഇവിടെയൊക്കെ ഇട്ടിരിപ്പുണ്ട്. പിന്നെ ഇപ്പോഴും ബോട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് മേ ബി ഫിഷിംഗ് ബോട്ടായിരിക്കും തോന്നുന്നു, കാരണം പാസഞ്ചർ ബോട്ടായിരിക്കില്ല, അല്ലാതെ ഫിഷിംഗ് ബോട്ടിൻ്റെ ഉണ്ട്. കുറേ ലൈറ്റൊക്കെ കാണാം അവിടെ. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം വീണ്ടും നടന്നു. മൊത്തത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രകൃതി ഭംഗിയൊക്കെ കൊള്ളാം, ഈ കായലും ഇതുമായിട്ടൊക്കെ ചേരുന്ന സ്ഥലവും. പിന്നെ ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചും കൂടി പ്രായമായിട്ട് പോയാൽ മതി എന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.